ഷൈനി എന്ന അമ്മ 2 പെൺമക്കളെ കൂട്ടി ജീവൻ ഒടുക്കിയതിൽ ആരാണ് കുറ്റക്കാർ? സമൂഹ മാധ്യമങ്ങളുടെ സ്കോട്ട്ലൻഡ് യാർഡും പട്ടാള കോടതിയും നീതി നടപ്പാക്കുമെന്ന് കരുതുന്നവർ ആശ്വസിക്കട്ടെ. സംഭവത്തെക്കുറിച്ചുള്ള മനോവിക്ഷോഭം നിമിത്തം എന്തു പറയാനും എങ്ങനെയും ചിന്തിക്കാനും പ്രേരിതരാകുന്നവരെ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഒരു വ്യക്തി മാത്രമോ ഒരു പോയിന്റ് മാത്രമോ വിമർശിക്കപ്പെടേണ്ട ലളിതമായ വിഷയമല്ലിത്. സത്യം പലപ്പോഴും വിക്ഷുബ്ധ മനസ്സുകളുടെ കാഴ്ചയിൽ തെളിയാറില്ല. ഈ ദുരന്തത്തിൽ ക്രൈസ്തവ സമൂഹം ആകെ കുറ്റക്കാരാണ് എന്നതാണ് വലിയ സത്യം. 3 ആത്മാക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയ മുഴുവൻ സമൂഹവും. ആത്മീയ ജീവനോടെ മുന്നോട്ട് പോകാൻ ഈ സത്യം അംഗീകരിക്കേണ്ടി വരും. സമൂഹം ചേർത്ത് പിടിക്കാത്ത വേറെയും നിരവധി ആത്മാക്കൾ ഇപ്പോഴുമുണ്ട്. അവരെ പറ്റി ആരും പറയുന്നില്ല. ദുരന്തം സംഭവിച്ചാലേ കണ്ണു തുറക്കൂ, ധർമ്മരോഷം പൊട്ടിയൊലിക്കൂ എന്നത് മാത്രമാണ് പൊതുവായ അവസ്ഥ. ഏതാനും ദശകം മുമ്പ് കേരളത്തിലെ കുടുംബങ്ങളിൽ കൂട്ടാത്മഹത്യകൾ പതിവ് വാർത്തയായിരുന്നു. ഈ സ്വയം കുരുതികൾ പലതും തൊട്ടടുത്തുള്ളവർക്ക് പോലും അപ്രതീക്ഷിതമായി. അത് ചെയ്തവരുടെ അവസ്ഥ ചുറ്റുമുള്ളവർ അറിയാതെ പോയി. മാധ്യമങ്ങൾ, സവിശേഷമായി ദീപിക, അത് ഗൗരവപൂർവം ചിന്താ വിഷയമാക്കിയപ്പോഴാണ് ചുറ്റുമുള്ളവരറിയാൻ സമൂഹത്തിൽ വ്യവസ്ഥാപിത ജാഗ്രതാ സംവിധാനം ആവശ്യമെന്ന് വ്യാപകമായി പ്രായോഗിക നിർദ്ദേശം ഉയർന്നത്. അത് പക്ഷേ സിദ്ധാന്തമായി അവസാനിച്ചു. പറഞ്ഞവരും ശരിവച്ചവരും കേട്ടവരും എല്ലാം മറന്നു. ഇപ്പോഴത്തെ ആരവവും ഫലം ചെയ്യണമെങ്കിൽ ക്രൈസ്തവ സമൂഹം മാനസാന്തരപ്പെടണം. ഒരു കാര്യം നമുക്കറിയാം, ആ 3 ജീവിതം ഉപേക്ഷിച്ചത് മനഃപൂർവമായ ദൈവനിഷേധത്താൽ അല്ല, ക്രൂരതയാലല്ല, ലോകത്തെ വെല്ലുവിളിച്ചല്ല, മറ്റെന്തെങ്കിലും തെന്മയാലുമല്ല. അവർക്ക് കുടുംബജീവിതം ദുരിതാനുഭവമായി. അമ്മയ്ക്ക് മകന്റെ സ്നേഹം നഷ്ടമായി. ഉപജീവന മാർഗം പാടെ അടഞ്ഞു. തനിക്ക് ചുറ്റുമുള്ളവരെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള പ്രത്യാശയും പ്രതീക്ഷയും ഭയാനകമായ വിധത്തിൽ നഷ്ടപ്പെട്ടു. അതിന്റെ പ്രക്ഷുബ്ധതയിൽ മറ്റൊരു ആലോചനയ്ക്കും സമചിത്തതയ്ക്കും ഇടമുണ്ടായില്ല. തനിച്ചാക്കിയാൽ പെൺമക്കൾ പോലും സുരക്ഷിതരാകില്ല എന്ന നിസ്സഹായതയുടെ വിഹ്വലത ആ സഹോദരിയെ കീഴ്പ്പെടുത്തി. തൻ്റെ പ്രവൃത്തി മകനെ എങ്ങനെ ബാധിക്കുമെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധം അവരുടെ ഹൃദയം അടഞ്ഞുപോയി. ഇതിനെല്ലാം ആദ്യത്തെ പ്രത്യക്ഷ കാരണക്കാരൻ ജീവനൊടുക്കിയവരുടെ ഏറ്റവും അടുത്ത ബന്ധു, ജീവിത പങ്കാളിയും പിതാവുമായ ആൾ തന്നെ. ആ സഹോദരിയുടെ ജീവിതം പങ്കിട്ടെടുത്തയാൾ, സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പങ്കാളിയാകേണ്ടയാൾ. പക്ഷെ ആ വ്യക്തി അവരുടെ ജീവിതത്തിലെ പ്രത്യാശയുടെ നേർത്ത കിരണം പോലും തടഞ്ഞത് ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിന്റെ കയത്തിൽ തള്ളിയിട്ടു എന്നതല്ലേ സത്യം? ആ ദ്രോഹ പ്രവൃത്തിയിൽ ഭർത്തൃബന്ധുക്കളും പങ്കുചേർന്നു എന്നല്ലേ വെളിപ്പെട്ടിരിക്കുന്നത്? ഇങ്ങനെയൊരു അവസ്ഥയിൽ സഹജീവി സ്നേഹത്തോടെയെങ്കിലും ചേർത്തു നിർത്തേണ്ട മറ്റു ബന്ധുക്കൾ, ജനിപ്പിച്ച മാതാപിതാക്കൾ അടക്കം പേർ ചെയ്തത് എന്താണ്? ഇങ്ങനെയൊരു അമ്മയും മക്കളും കഴിഞ്ഞുകൂടാൻ കഴിയാതെ വെപ്രാളപ്പെടുന്നു എന്ന് മനസ്സിലായിട്ടും പ്രതികരിക്കാതിരുന്ന അയൽക്കാർ, അടുത്ത താമസക്കാരെയല്ലേ ഉദ്ദേശിക്കുന്നത്? കാര്യങ്ങൾ അറിഞ്ഞിരുന്ന നല്ല സമറായരാകേണ്ട അടുത്ത ആത്മാക്കൾ വരുത്തിയത് മാരകമായ വീഴ്ചയല്ലേ? വൈദികരായാലും സാധാരണ വിശ്വാസികളായാലും ഗൗരവമുള്ളതാണ് ഉപേക്ഷയാൽ വരുത്തുന്ന പാപം. ചെയ്യേണ്ടുന്ന നന്മ അറിഞ്ഞിട്ടും ചെയ്യാതെ പോകുന്നത്. ദുരന്തം വരിച്ചവരുടെ ബന്ധുഗണത്തിൽ ആരെങ്കിലും, അതൊരു വൈദികനോ ഗുരുവോ ആര് തന്നെ ആയാലും, ഉപേക്ഷ വരുത്തിയെങ്കിൽ അത് ഗൗരവമുള്ളതാണ്. ന്യായീകരിക്കാൻ പറ്റാത്തതും. അതിലപ്പുറം ബോധപൂർവം ദ്രോഹം ചെയ്തെങ്കിൽ അത് നാടിന്റെ നിയമകരം നീണ്ടു ചെല്ലുന്ന കുറ്റകൃത്യവും. പക്ഷേ സമൂഹത്തിൽ പലരും വികാരവിക്ഷോഭത്താൽ ആക്രോശിക്കുന്നതെല്ലാം സത്യമാണെന്ന് കരുതി, അഥവാ സത്യമായാൽ തന്നെ എടുത്തു ചാടി പ്രവർത്തിക്കാൻ സഭയിലെ ചുമതലപ്പെട്ടവർക്ക് കഴിയണമെന്നില്ല. വികാരവിക്ഷുബ്ധരെ തൃപ്തിപ്പെടുത്താൻ വ്യക്തികളെ കുറിച്ച് തിടുക്കപ്പെട്ട് പറയുകയല്ല, സമൂഹത്തിന്റെ രോഗത്തെ ചൂണ്ടിക്കാട്ടുകയാണ് വലിയ ഉത്തരവാദിത്തം.
അത് പക്ഷേ ആരെയെങ്കിലും ന്യായീകരിക്കാൻ ആകരുതെന്ന് മാത്രം. ഷൈനിയുടെ ഭർത്തൃ സഹോദരനെ, വൈദികനെ വസ്തുതാപരമായി പഴിക്കുന്ന സമൂഹ മനോനില സ്വാഭാവികം. അവർ ഗ്രഹിച്ച കാര്യങ്ങളാണല്ലോ അതിന് കാരണം. പക്ഷേ വൈദികൻ എന്ന വാക്കു കേട്ടത് കൊണ്ട് ചാടി വീഴുന്ന വൈദിക വിരുദ്ധത ആധുനിക സമൂഹത്തെ പിടികൂടിയ കെണിയാണ്. അതിനെ എന്തു വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത്? പ്രിസ്ബിറ്റോഫോബിയ, പാസ്ട്രോഫോബിയ എന്നൊക്കെയോ? എന്തായാലും അത് തിന്മയുടെ ശക്തികൾ തിരുസഭയോട് വിരുദ്ധത കാട്ടുന്നവർ സൃഷ്ടിച്ച കെണിയാണെന്നും കൂടി തിരിച്ചറിയണം. തിരിച്ചറിവ് ഞങ്ങൾക്ക് വേണ്ടിയാണ്, വൈദികർക്ക് വേണ്ടിയല്ല. വൈദികരെയും മേലധ്യക്ഷന്മാരെയും കാടടച്ച് പഴിക്കുന്നവരോട് സ്നേഹപൂർവം പറയട്ടെ, വൈദികരുടെ ഇടപെടലും കൗൺസിലിംഗും വഴി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട നിരവധി കുടുംബങ്ങളുണ്ട്. ഇപ്പോഴും അവരെ അതിനായി ആശ്രയിക്കുന്നവർ നിരവധിയുണ്ട്. കുടുംബാംഗമായ വൈദികരല്ല അതിനായി ഇടപെടാറ് എന്ന് മാത്രം. എന്ത് സംഭവിച്ചാലും വൈദികരെ ആക്രമിക്കുക എന്ന പ്രവണതയ്ക്കെതിരെ റവറൻ ഡോക്ടർ മാണി പുതിയിടം പറഞ്ഞത് കുറ്റകൃത്യതയുടെ ബലത്തിലാണ്. ഒരു നഗര ഇടവകയിൽ വികാരിയായി എത്തിയപ്പോൾ കണ്ടത് ഒന്നിലേറെ ആത്മഹത്യകളുടെ പശ്ചാത്തലം. അപക്വ പ്രണയത്തിന്റെ പേരിൽ വരെ നടന്നത്. ആത്മഹത്യാ നിവാരണം ലക്ഷ്യമായി ഏറ്റെടുത്ത് പതിവ് സന്ദർശകനായി എല്ലാ വിഭാഗത്തിലേക്കും ചെന്ന് ഇടയ ദൗത്യം നിറവേറ്റിയത് അദ്ദേഹത്തിന്റെ അനുഭവത്തിലുണ്ട്. ദൈവാത്മാവ് പ്രവർത്തിച്ചപ്പോൾ പ്രത്യാശ പടർന്നു. അത്തരം സംഭവങ്ങൾ നിലച്ചു. ഇന്നത്തെ നിയമങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഇടപെടാൻ ശ്രമിക്കുന്ന വൈദികരെ കുറ്റവാളിയാക്കുന്ന വിധത്തിലാണെന്ന കാര്യം കൂടി വിമർശകർ ഓർമ്മിക്കണം. പീഡനം എന്ന കുറ്റകൃത്യം പ്രശ്നത്തിൽ ഉൾപ്പെട്ടു പോയാൽ അതറിയുന്ന നിമിഷം പോലീസിനെ ധരിപ്പിക്കാൻ വൈദികനെ ബാധ്യസ്ഥമാക്കുന്നതും പ്രശ്നം തീർക്കാനുള്ള അവസരം നിഷേധിക്കുന്നതുമായ നിയമമാണ് നമ്മുടെയൊക്കെ ജനപ്രതിനിധികൾ ചേർന്ന് പാസാക്കി വെച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അത്തരം പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കാൻ പോലും വൈദികൻ വിലക്കപ്പെട്ടവനാകുകയാണ്. അതിന്റെ ഉത്തരവാദിത്തം ആർക്കായാലും നഷ്ടം വിശ്വാസ സമൂഹത്തിനാണ്. ഷൈനിയുടെ ജീവനൊടുക്കലിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അത് ദൈവത്തിലേക്കുള്ള 3 മാലാഖമാരുടെ യാത്ര എന്ന മട്ടിൽ. ഷൈനിക്ക് സംഭവിച്ചത് ദുഃഖകരമായ നഷ്ടമാണ്. ആ നഷ്ടം കരുണാമയനായ ദൈവം നികത്തി കൊടുക്കുമെന്നത് വിശ്വാസികളുടെ പ്രത്യാശ. അതിലപ്പുറം അവരുടെ നിസ്സഹായ പ്രവൃത്തിയെ ധീരകൃത്യവും മഹത്വവുമായി വിശേഷിപ്പിക്കുന്നവരുടെ വാക്കുകളും കെണിയാണ്. അവർക്കും മറ്റുള്ളവർക്കും അതിൽ ആരും വീഴാതിരിക്കട്ടെ. പ്രത്യാശ കൈവിടുന്നതും ജീവിതം ഉപേക്ഷിക്കുന്നതും ജീവനെ കെടുത്തുന്നതും പുണ്യകർമ്മങ്ങളല്ല. ഷൈനിയുടെ നിസ്സഹായതയെ യേശുനാഥൻ അലിവോടെ നീതീകരിക്കട്ടെ എന്നേ വിശ്വാസികൾക്ക് പറയാനാകൂ. അതിൽ കൂടുതലായ മഹത്വവൽക്കരണം ആത്മാക്കൾക്ക് കെണിയായി തീരും എന്നത് അപ്രിയ സത്യം. ജീവിതം ഉപേക്ഷിച്ച സഹോദരിയോടും മക്കളോടുമുള്ള എല്ലാ ക്രൈസ്തവ സ്നേഹത്തോടും ആദരവോടും കൂടി അത് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാതെ വയ്യ. ഒപ്പം ഒട്ടും ഗൗരവം ചോർത്താതെ പറയാം, അവരെ കൊണ്ട് അറിവോടെ പരോക്ഷമായി അത് ചെയ്യിപ്പിച്ചവർ വലിയ തെറ്റുകാരാണ്, ആരാണെങ്കിലും. മറ്റൊരു കാര്യം വീണ്ടും പ്രസക്തമാകുന്നു. തിരുസഭയ്ക്കു വേണ്ടി കനത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള അനേകരുടെ അനന്തരാവകാശികൾ കേരളത്തിലെ സമൂഹത്തിലുണ്ട്. അവരാരും വൈദികർ തങ്ങളുടെ വക കൈയടക്കുന്നു എന്ന ആക്ഷേപവുമായി വരാറില്ല. നേർച്ചയിടുമ്പോൾ കൈ ഇറുക്കി പിടിക്കുന്നവരാണ് പൊതുവെ ഇത്തരം ആക്രോശങ്ങളുമായി വരാറ്, അവകാശം പറയാറ്. അത് ലോക പ്രവണത. സ്ഥാപനങ്ങൾ ഇത്തരക്കാരുടെ ലുപ്ത സംഭാവനകളുടെ ഫലമല്ല. അതിനായി ഹൃദയം തുറന്ന് നൽകിയവരുടെയും വിഭവ സമാഹരണം നടത്തിയ സമർപ്പിതരുടെയും കഠിനാധ്വാനത്തിന്റെയും ദൈവം നൽകിയ പിന്തുണയുടെയും ഫലമാണ്. മറിച്ചുള്ള മുദ്രാവാക്യം വിളികൾ കേട്ട് ഇതാണ് വിശ്വാസികളുടെ മുഴുവൻ നിലപാടെന്ന് ആരും ആരെയും തെറ്റിദ്ധരിപ്പിക്കാതിരിക്കട്ടെ. തീവ്ര മതവാദി സംഘടനകളും അവർക്ക് സഹായം നൽകിയവരും കുടുങ്ങുന്നു. രാജ്യത്തെ സാധാരണ മുസ്ലിങ്ങൾക്ക് ആശ്വസിക്കാവുന്ന അവസരം. നിരുപദ്രവ മതസ്നേഹികളെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സംഘടനകളുടെ കെണിയിൽ കുടുങ്ങും മുമ്പ് യാഥാർത്ഥ്യം തിരിച്ചറിയുവാനും
വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ള അവസരം. വഞ്ചനയുടെ നാളുകൾക്ക് മുമ്പ് അവരിലെ ഭൂരിപക്ഷത്തിൻ്റെയും അവസ്ഥ മറ്റൊന്നായിരുന്നു. പുണ്യകേന്ദ്രം അറേബ്യയിൽ, മതപുസ്തകം അറബി ഭാഷയിൽ, പ്രാർത്ഥനാഹ്വാനം മൈക്കിലൂടെയെങ്കിലും അർത്ഥമറിയാതെ നേരിട്ട് ചെവികളിലേക്ക്, എല്ലാം പറഞ്ഞു തരുന്ന ഉസ്താദുമാർ അവരുടെ തനതു കേന്ദ്രങ്ങളിൽ. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ദേശസ്നേഹത്തോടെ ജീവിച്ച ഭൂരിപക്ഷ മുസ്ലിങ്ങളുടെയും മനസ്സ് സെക്യുലർ ഡെമോക്രാറ്റിക് ഇന്ത്യയുടെ മനസ്സായിരുന്നു. അവരുടെ പ്രത്യേകത, തങ്ങൾ മനസ്സിലാക്കിയ പ്രകാരമുള്ള ദൈവിക കൽപ്പനകൾ വള്ളി പുള്ളി വിടാതെ അനുസരിക്കുക, പൂർണ്ണമായ അനുസരണവും സമർപ്പണവും തങ്ങളുടെ ദൈവത്തിന് നൽകുക എന്നത് മാത്രം. പുസ്തകവാക്യങ്ങളുടെ അർത്ഥമറിയാത്തത് കൊണ്ട് അവരാരോടും തർക്കിച്ചില്ല, അവരും ചോദ്യങ്ങൾ ചോദിച്ചില്ല. ഭാരതീയ വായു ശ്വസിക്കുന്നവരുടെ മധ്യത്തിൽ അതേ വായു ശ്വസിച്ചു ജീവിച്ചത് കൊണ്ട് ഇന്നാടിന്റെ സ്വാഭാവിക നന്മകളുടേതെല്ലാം അനന്തരാവകാശികളാണ് അവരും. ജനകീയ ജനാധിപത്യ സമ്പൂർണ്ണ വിപ്ലവ രാഷ്ട്രം വരും, എല്ലാം ശരിയാകും എന്ന കമ്മ്യൂണിസ്റ്റ് മൂഢലക്ഷ്യ പ്രഖ്യാപനം പോലെ ഇസ്ലാമിക രാഷ്ട്രവും ശരീഅത്ത് ഭരണവും ഒരു നാൾ വരണമെന്ന മസ്തിഷ്ക സാഹിത്യമെന്നൊന്നും അവരാരുടെയും തലയിൽ ഉണ്ടായിരുന്നില്ല. അതായത് അക്കൂട്ടർ വരുന്നത് വരെ. ആരെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യക്കാരായി ജീവിച്ചാൽ പോരാ, അവരെ തെറ്റിദ്ധരിപ്പിച്ചും ഭയപ്പെടുത്തിയും ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ഗൂഢശ്രമത്തിൽ പങ്കുകാരാക്കണം എന്ന് നിശ്ചയിച്ചവർ. അവരുടെ പ്രേരണയും ബോധനവും പണവും ഈ നാട്ടിലെ കുറെ പേരെ വഴിതെറ്റിച്ചു. അവരാണ് സ്വാതന്ത്ര്യലബ്ധിയുടെ 100ാം ആണ്ടിൽ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാകണമെന്ന് തീരുമാനിച്ചതും പ്രഖ്യാപിച്ചതും. ഇതര മതക്കാരുടെ ബോധനങ്ങളെ കടന്നാക്രമിച്ച് സ്വന്തം മതം ഉറപ്പിക്കാൻ കഴിയുമെന്ന ധാർഷ്ട്യത്തോടെ വാദിക്കാൻ ഇറങ്ങിയവരും പെട്ടത് അവരുടെ ചതിയിൽ. ഗൂഢലക്ഷ്യക്കാർ ദശകങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ പോലും അതിനെ അടിത്തറയിട്ടു. പുറമെ തിരിച്ചറിയാത്ത മാധ്യമ പ്രവർത്തനത്തിലൂടെ, രഹസ്യ സംഘങ്ങളിലൂടെ, രൂപീകരണത്തിലൂടെ അവരുടെ വരവിന് ശേഷം ഇന്നാട്ടിൽ പല സംഘടനാ നാമങ്ങളും കേട്ടു തുടങ്ങി. PFI, SDPI എന്നിങ്ങനെ പലതും. ഇവരൊക്കെ വരുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യലബ്ധി മുതൽ മതപുസ്തകവും മതലക്ഷ്യവും എല്ലാം അറിയാവുന്ന ചെറിയൊരു സംഘം മുഴുവൻ മുസ്ലിം സംഘത്തിൻ്റെയും ഗോത്രപിതാക്കൾ ചമഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തെയും ഇടതുപക്ഷത്തെയും തങ്ങളുടെ പ്രീണകരും ആജ്ഞാവർത്തികളും ആക്കി. ഭാവിയിലെ മതാധിപത്യത്തിന് വേണ്ടുന്ന അടിക്കല്ലുകളൊക്കെ അവരെ കൊണ്ട് പാകിച്ചു. അതെല്ലാം ഉപയോഗിച്ച് 2047 സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കടലിനക്കരെ നിന്നുള്ള ആശയവുമായി വന്നവർ തങ്ങളെ പെടുത്തിയ വഞ്ചനയാണ് PFI, SDP തുടങ്ങിയ ചുരുക്കപ്പേരുകളെന്ന് തിരിച്ചറിയേണ്ട മതവിശ്വാസികൾ നിരവധി. ഇത്തരം സംഘടനകളെ പിന്തുണച്ചവരോ അവരെ ആശ്രയിച്ചവരുമെല്ലാം കുടുങ്ങുന്ന കാഴ്ചയാണിപ്പോൾ. പുറമെ മതനിരപേക്ഷ ഹൃദയവിശാലത ഭാവിച്ച പലരും മതരാഷ്ട്രവാദത്തിന്റെ സബ്സ്ക്രൈബർമാരും കോൺട്രിബ്യൂട്ടർമാരുമാണെന്ന് തെളിഞ്ഞു വരുന്നു. ഇത് ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവരെ തിരിച്ചറിഞ്ഞ് തള്ളാനുള്ള അവസരം. അന്യമത സ്ഥാപനങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും മതാധിപത്യം സ്ഥാപിച്ചെടുക്കുവാൻ പെൺകുട്ടികളെ വരെ ഇളക്കി വിടുന്നവരുടെ ലക്ഷ്യം തിരിച്ചറിയാൻ വൈകി കിട്ടിയ സാധ്യത. സ്വന്തം മതം പാലിച്ചുകൊണ്ടും ഇസ്ലാമിക ആധിപത്യമെന്ന ദുഷ്ടപ്രലോഭനം കുത്തിവെച്ചവരെയും ആ പ്രലോഭനത്തെയും തള്ളിയും ജീവിക്കാനുള്ള സാധ്യതയാണ് മുമ്പിലുള്ളത്. അതവർ പാഴാക്കില്ലെന്ന് കരുതാം.